സാമൂതിരി പിടിച്ചടക്കുന്നതിന് മുൻപ് 800 AD വരെ കോനാതിരി രാജവംശത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കുറ്റിച്ചിറ. ഹലോ, ഞാൻ അക്കടക് ഭവിത്. എല്ലാവർക്കും ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് നമ്മളുടെ കുറ്റിച്ചിറയുള്ള മിഷ്കൽ മോസ്കിന് മുന്നിലാണ്. ഇത് കോഴിക്കോടാണ്. ഇത് ആക്ച്വലി 1340 സാമൂതിരി ഒരു യമനീസ് വ്യാപാരിക്ക് വേണ്ടി നിർമ്മിച്ചു കൊടുത്ത ഒരു മോസ്കാണ്. ഓക്കെ, ഇതിൻ്റെ ആർക്കിടെക്ചറെല്ലാം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. സാമൂതിരിയുടെ തച്ചന്മാർ തന്നെയായിരുന്നു ഇത് നിർമ്മിച്ചു കൊടുത്തത്. എന്തായാലും നമുക്കിതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് അറിയാൻ ശ്രമിക്കാം. നോർമൽ മോസ്കുകളെ അപേക്ഷിച്ച് ഇതിന് 4 വശത്തേക്കും എൻട്രികളുണ്ട്. ഓക്കെ, അതായത് എൻട്രിയും എക്സിറ്റ് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു കോറിഡോർ, അതിന് ശേഷമാണ് ഇവരുടെ പ്രേയിങ് ഹാളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 1 മീറ്റർ വീതിയുള്ള കോറിഡോർ ചുറ്റും പോകുന്നുണ്ട്. ഞാനത് കാണിച്ചു തരാം വീഡിയോയിൽ. പിന്നെ ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനത്തെ കുറച്ച് എലമെൻറ്റ്സ് ആണ്. നിങ്ങൾക്കത് കാണാൻ കഴിയും. ഓക്കെ, ശരിക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് ഇറങ്ങുമ്പോൾ ഇത് പിടിച്ച് സപ്പോർട്ട് ചെയ്തിട്ട് ഇറങ്ങാനാണ് അവരിത് ഉപയോഗിക്കുക. അങ്ങനത്തെ കുറേ എലമെൻറ്റ്സ് ഈ ഒരു മോസ്കിനകത്ത് കാണാൻ കഴിയും. പിലാസ്റ്റേഴ്സ് പോലത്തെ എൻട്രൻസ് ഓപ്പണിങ്സും ഇങ്ങനത്തെ ചെറിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഭയങ്കര ഭംഗിയുള്ളതായിട്ട് തോന്നും. ഇതാണ് ഒരു എലമെൻറ്റ്. നിങ്ങൾക്ക് ഇങ്ങനെ പിടിച്ച് ഇറങ്ങാൻ വേണ്ടിയാണ്. ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ നമുക്കത് നന്നായിട്ട് ഉപയോഗപ്പെടും. പിന്നെ ഈ കാണുന്നതാണ് അവരുടെ കോറിഡോർ. 3 വശത്തും നമുക്കത് കാണാൻ കഴിയും. ഇതിന് ശേഷമാണ് നേരിട്ട് നമ്മളുടെ പ്രെയർ ഹാളിലോട്ട് കയറ്. കേരളത്തിൽ ആ സമയത്തുണ്ടായിരുന്ന തത്ശാസ്ത്രത്തിൻ്റെ വൈദഗ്ധ്യം നിങ്ങൾക്കത് ഇവിടെ കാണാൻ കഴിയും. ഈസ്റ്റേൺ സൈഡിലുള്ള ഇതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. ഇത് നേരെ ഇതിന് ചുറ്റുമുള്ളൊരു കോമ്പൗണ്ടിലോട്ടെത്തും. അവിടുന്ന് അകത്തോട്ട് ഈ സ്റ്റെപ്പ് വഴി കയറുകയാണ് ചെയ്യുക. ഞാൻ നേരത്തെ കാണിച്ച എലമെൻറ്റ് ഇവിടെ നിങ്ങൾക്ക് വീണ്ടും കയറാൻ കഴിയും. വയസ്സായിട്ടുള്ളവർക്കൊക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റമാണത്. നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസിലോട്ട് കടക്കുന്നതിന് മുൻപേ നമുക്ക് ആ കോറിഡോർ കണക്ട് ചെയ്തിരിക്കുന്ന ഡോർ ഇവിടെ കാണാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 4 വശത്തും കോറിഡോർ പോകുന്നുണ്ട്. ഓക്കെ, അതിന് ശേഷം നേരെ ഉള്ളിലോട്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഈസ്റ്റ് സൈഡിലൂടെ അകത്തോട്ട് കയറി. ഞാനിപ്പോൾ കയറി വരുന്നത് ഉളു ചെയ്യുന്ന സ്ഥലത്താണ്. ഇത് പണ്ടത്തെ ഉളുവാണ്. ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഒരു ചെറിയൊരു തോണി പോലത്തെ സ്പേസ് ഉണ്ട്. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കഴുകാം. ഇതാണ് പണ്ടത്തെ മെയിൻ സാധനം. ഇതിൽ ഇരുന്നായിരുന്നു പണ്ട് ഉളു ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഏകദേശം ഒരു 15x15 മീറ്റർ സ്ക്വയർ ആയിട്ടുള്ള ഒരു നിസ്കരിക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഇവിടെ ഏകദേശം 24 പില്ലറുണ്ട്. 24 പില്ലറുകളും ഇതേപോലെ തേക്ക് കൊണ്ടുണ്ടായിട്ടുള്ള സാധനങ്ങളാണ്. നിങ്ങൾക്കത് ഇവിടെ കാണാൻ കഴിയും. മുകളിലും തേക്കാണ്, പക്ഷേ അത് പെയിൻറ്റഡ് ആണെന്നേ ഉള്ളൂ. എൻ്റെ പിന്നിൽ കാണുന്നതാണ് മിമ്പർ. ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് കൊത്തുപണികളോട് കൂടി ചെയ്തിട്ടുള്ള ഈ മിമ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇവിടെ. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഓക്കെ, ഇതാണ് അപ്പം മക്കയുടെ സൈഡ്. പിന്നെ വരുന്ന നോർമൽ പള്ളികൾക്ക് പൊതുവെ ഒരു മേജർ എൻട്രി ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ പള്ളിക്ക് ഇതിന് 4 വശത്തും നിങ്ങൾക്ക് എൻട്രി കാണാൻ കഴിയും. 4 വശത്തോട്ടും ഡോറും വരാന്താസും കാണാൻ കഴിയും. നിങ്ങൾക്കത് ഈസി ആയിട്ട് ഭയങ്കര ബ്യൂട്ടിഫുള്ളി അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറാണ്. ഓക്കെ, ഇതിൻ്റെ തൊട്ട് മുകളിൽ പോകുമ്പം 24 പില്ലറുള്ള ഇതേപോലത്തെ പ്രേയിങ് സ്പേസ് ഉണ്ട്. അതിന് മുകളിലോട്ട് പോകുമ്പോഴും ഓരോ ഏരിയയുടെ ലെങ്ത്തും വിഡ്ത്തും കുറഞ്ഞ് വരും. ഇപ്പോൾ ഇതിന് ഏകദേശം 4 നിലകളാണുള്ളത്. അതായത് ഇതും പിന്നെ 4 നിലകളാണുള്ളത്. ഏകദേശം 30 മീറ്റർ ബൈ 20 മീറ്ററാണ് ഇതിൻ്റെ ഒരു ബേസ് ഡയമെൻഷൻ വരുന്നത്. ഇത് ഈസ്റ്റ് സൗത്ത് ഡയറക്ഷനിലാണ് ഈ ബിൽഡിംഗ് കിടക്കുന്നത്. വളരെയധികം മരങ്ങൾ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ് ഈ കാണുന്നത്. ഇത് ഇനീഷ്യൽ ഇയേഴ്സിലെല്ലാം ഏകദേശം 7 സ്റ്റോറി ഉണ്ടായിരുന്നു. പക്ഷേ 1510 ആ ഒരു പോർച്ചുഗീസ് ആക്രമണത്തിന് ശേഷം ഇതിൻ്റെ ഘടന ഒന്ന് പുനർനിർമ്മിച്ചു. അതിനുശേഷം ഇതിപ്പോൾ ഒരു 5 സ്റ്റോറിയുള്ള ബിൽഡിംഗ് ആണ്. നിങ്ങൾക്കത് ഈ ഒരു ഡ്രോൺ ഷോട്ടിലൂടെ കാണാൻ കഴിയും. വളരെ കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ കേരള സ്റ്റൈലിലൊരു ബിൽഡിംഗ് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ കൂടെയുള്ളത് PKM കോയ ഒക്കെയാണ്. നമ്മളുടെ മീൻചന്ത ആർട്സ് കോളേജിലെ അസിസ്റ്റൻറ്റ് ലൈബ്രറിയനായിരുന്നു. അപ്പം നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കുറച്ചധികം വിവരങ്ങൾ ചോദിച്ചറിയാൻ നോക്കാം. ഞങ്ങളിപ്പം നിൽക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മിഷ്കൽ മോസ്കിനടുത്തുള്ള ഒരു വീട്ടിലാണ്. ഇത് അദ്ദേഹത്തിൻ്റെ തന്നെ വീടാണ്. ശരിക്കും പള്ളിയുടെ ഹിസ്റ്ററി എങ്ങനെയാണ് തുടങ്ങുന്നത്? അത് ആരാണ് ബിൽഡ് ചെയ്തത്? എന്നാണത് പള്ളിയുടെ ഹിസ്റ്ററി തുടങ്ങുന്നത്? പിന്നെ ഈ 13-ാം നൂറ്റാണ്ടിൽ
13-ാം നൂറ്റാണ്ടും 14-ാം നൂറ്റാണ്ടിൻ്റെ ഇടയിലാണ് പള്ളി നിർമ്മിച്ചായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നത്. നഹൂദ മിസ്കാൽ യമനിൽ നിന്ന് വന്ന ഏറ്റവും വലിയ ധനാഢ്യനായ അന്നത്തെ വിദേശിയായ കച്ചവടക്കാരൻ നഹൂദ മിസ്കാൽ എന്ന അറബ്, അയാളാണ് പള്ളി നിർമ്മിക്കുന്നത്. അയാൾക്ക് 20ഓളം കപ്പലുകൾ ഉണ്ടായിരുന്നു പള്ളിയുണ്ട്. നഹൂദ മിസ്കാലും സാമൂതിരി രാജാവും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. കാരണം നഹൂദ മിസ്കാലിൽ കിട്ടുന്ന വരുമാനത്തിൻ്റെ മുഴുവൻ പങ്കും ഇവിടുത്തെ പ്രജകൾക്ക് വേണ്ടി ചെലവഴിച്ചിരുന്നു. അദ്ദേഹം യമനിലേക്ക് പ്രോഫിറ്റ് കൊണ്ടുപോകാതെ ഇവിടെ തന്നെയായിരുന്നു ചെലവഴിച്ചിരുന്നത്. അന്നിലക്ക് സാമൂതിരിയായിട്ട് നല്ല ബന്ധമായിരുന്നു. ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം തോന്നിയാൽ കോഴിക്കോട് പള്ളി നിർമ്മിക്കണം. ആ ആഗ്രഹം സാമൂതിരി രാജാവിനെ അറിയിച്ചു. സാമൂതിരി രാജാവ് കത്തിച്ച് 83 സെൻറ്റിനാണ് പറഞ്ഞത്. 83 സെൻറ്റ് സ്ഥലം, അതായത് പള്ളി നിൽക്കുന്ന സ്ഥലം പള്ളി നിർമ്മിക്കാൻ വേണ്ടി അനുവദിച്ചു. അങ്ങനെയാണ് പള്ളി. പിന്നെ പോർച്ചുഗീസുകാർ 1510 നശിപ്പിച്ചതായിട്ട് അങ്ങനെ രേഖകളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിനൊരു കാരണം കിട്ടണമല്ലോ. അപ്പം സാമൂതിരിൻ്റെ കാലത്ത് 12-ാം നൂറ്റാണ്ട് മുതൽ കോഴിക്കോട്ട് അന്നത്തെ വൻകിട കച്ചവടക്കാർ മുസ്ലിങ്ങളായിരുന്നു. ചരിത്രത്തിൽ ഇതിൽ പറയുന്നുണ്ട്, കോഴിക്കോട് പട്ടണം മുസ്ലിങ്ങളുടെ കുത്തകയായിരുന്നു. NGS നായരാണ് തന്നെ പറയുന്നുണ്ട്, കോഴിക്കോട് പട്ടണം വിലക്ക് വാങ്ങാൻ കഴിവുള്ള മുസ്ലിം കച്ചവടക്കാർ അന്നുണ്ടായിരുന്നു. അത്ര ഊക്കം കച്ചവടക്കാരായിരുന്നു. അപ്പം വിദേശികളെ അറബികളും അതുപോലെ ചൈനക്കാർ, നമ്മുടെ ഇന്ത്യൻ്റെ ഭാഗങ്ങളിലുള്ള ഗുജറാത്തികൾ, ബോറ മുസ്ലിമീങ്ങൾ, ബഡ്ക്കൺ മുസ്ലിമീങ്ങൾ, ഇവരെല്ലാം കച്ചവടാവശ്യം കേരളത്തിൽ കോഴിക്കോട്ടേക്കാണ് വരണത്. കോഴിക്കോട്ട് വന്നിട്ട് കോഴിക്കോട്ടെ മുസ്ലിമീങ്ങളായിട്ടാണ് കച്ചവടം നടത്തിയിരുന്നത്. ഈ ഇവർക്ക് വേണ്ട എല്ലാ സഹായവും സാമൂതിരി രാജാവ് നൽകിയിരുന്നു. ഈ വിദേശികളെ അറബികൾക്ക് ഇവിടെ പള്ളിയെടുക്കുവാനും കച്ചവടം ചെയ്യുവാനും വിവാഹം ചെയ്യുവാനും ഉള്ള അനുവാദം വരെ സാമൂതിരി രാജാവ് നൽകി. അങ്ങനെ വന്ന വിദേശിയായ വലിയ കച്ചവടക്കാരനാണ് നഹൂദ മിസ്കാലി. അങ്ങനെ നഹൂദ മിസ്കാലി സാമൂതിരിൻ്റെ ആഗ്രഹം അറിയിച്ചുകൊണ്ട് ഈ പള്ളി നിർമ്മിച്ചു. പള്ളിയുടെ നിർമ്മാണ കാലത്ത് 7 നില ഉണ്ടായിരുന്നു. 7 നില ഉണ്ടായിരുന്നു. അപ്പം സാധാരണ നിലക്ക് ഒരു 750 വർഷം മുമ്പ് 2 നില കെട്ടിടം പോലും ഇല്ലാത്തൊരവസരത്തിൽ അന്നത്തെ നായന്മാരുടെ നമ്പൂതിരിമാരുടെ ഇല്ലങ്ങളായിരുന്നു ടീച്ചർക്ക് ചുറ്റും. അങ്ങനെയുള്ളൊരവസരത്തിൽ 7 നിലയിൽ കൂറ്റം പള്ളി പണിയാന്ന് പറഞ്ഞാൽ അത് അന്നിരുന്നും അത്ഭുതമാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ട് ശില്പി ആരായിരുന്നിരിക്കണം? ശില്പി പണിയെടുപ്പിച്ച മുഴുവനും തച്ചന്മാർ, പക്ഷേ സാമൂതിരിൻ്റെ ആചാര്യന്മാരും പണിക്കാരനായിരിക്കണം ശില്പി. എന്നാൽ കാരണം അന്ന് ഇവിടെ അത്രയും വലിയ പ്ലാൻ ഒരു പക്ഷേ നഹൂദ മിസ്കാലിൻ്റെ പ്ലാൻ തന്നെ ആയിരിക്കണം. ഓക്കെ, കാരണം ഒരു പായ്ക്കപ്പലിൻ്റെ മോഡലിലാണ് പള്ളീൻ്റെ മേലോട്ട് ഇങ്ങനെ വരുമ്പോൾ അതിൻ്റെ നിർമ്മാണം വരുന്നത്. മുകളിലെത്തുന്ന ചുരുങ്ങി ശരിയാണ്. ഇപ്പോൾ താഴ്ത്തി തുടങ്ങുന്ന പള്ളി വന്ന് 24 ഫില്ലറിലാണ് അവിടെ. അത് ഫസ്റ്റ് നിലയിലേക്ക് എത്തിയാൽ 24 ഫില്ലറുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് എത്തുമ്പോൾ ഈ 2 ഭാഗത്തു നിന്ന് ഫില്ലർ ചുരുങ്ങിയിട്ട് അല്പം വീതി കുറയുന്നുണ്ട്. അങ്ങനെ മുകളിലെത്തുമ്പോഴത്തേനും 16 ഫില്ലറിൻ്റെ മുകളിലാണ് 7ാമത്തെ നില എത്തുമ്പോഴത്തേന് തട്ട് ഉണ്ടായിരുന്നത് ആദ്യം. അപ്പോൾ ചുരുങ്ങി വരുന്നുണ്ട് മുകളിലെത്തും തോറും. അങ്ങനെയാണ് എഞ്ചിനീയർ സിസ്റ്റം. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അന്ന് 7 നില ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നെ സാമൂതിരി രാജാവ് അനുവദിച്ച സ്ഥലം ചേരിക്കുഴിയ എന്ന് പറയുന്നത് ഈ ഭൂമി. അപ്പം ഈ കുഴി നികത്താൻ വേണ്ടിയിട്ട് അന്ന് കുറ്റിച്ചിറ അങ്ങനെ കുളമല്ല, അത് കുറ്റിക്കാടായിരുന്നു. ആ ഭാഗത്തു നിന്നും മണ്ണ് വെട്ടിയെടുത്തിട്ടാണ് ഈ കുഴി നികത്തിയത്. എന്നിട്ടാണ് ഇത്രയും വലിയ തിണ്ട് നിർമ്മിച്ചത്. അത് പിന്നീട് ഇങ്ങനെ കുളമായിട്ട് മാറിയതിൻ്റെ ചരിത്രം പറയാൻ. അപ്പോൾ ഈ ചേരിക്കുഴിയിൽ ഇത്രയും വെയിറ്റുള്ള പള്ളി എങ്ങനെ ഭൂമി താങ്ങുന്നതാണ് എഞ്ചിനീയറിംഗ് കുട്ടികൾ ആർക്കിടെക്ചർ കുട്ടികൾ വന്നിട്ട് ഇവിടെ ഇങ്ങനെ കണക്കെടുക്കണം. അപ്പോൾ അതിപ്പം എർത്താണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായത്. കാരണം പള്ളീൻ്റെ അകത്തൊരു 5-10-15 പില്ലർ മാറ്റിയിരുന്നു. അല്പം 10 കൊല്ലം മുമ്പ് പില്ലറിന് ബലക്ഷയം ഉണ്ടാവും എന്നുള്ള കണക്കൂട്ടിയിട്ട് പില്ലർ മാറ്റിയപ്പോൾ മരത്തിൻ്റെ ഫില്ലർ മുഴുവൻ തേക്ക് ഫില്ലറാണ്. തേക്ക് ഫില്ലർ അടുത്ത് നോക്കുമ്പോൾ ആ ഫില്ലർ നിൽക്കുന്നത് കരിങ്കല്ലിൻ്റെ വലിയ ബീമിൻ്റെ മുകളിലാണ്. അപ്പം അന്ന് ഒരു പക്ഷേ പിന്നെ ഇന്നത്തെ ഫൈലിംഗ് സിസ്റ്റം അന്ന് അറിവ് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഭൂമിക്കടിയിലേക്ക് കരിങ്കല്ലിൻ്റെ ഫില്ലർ അടിച്ചിറക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് മരത്തിൻ്റെ ഫില്ലർ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പള്ളിക്ക് ഇന്നൊരു ജരിക്കും ഇല്ല, ഭൂമിയിലേക്ക് ഒരു ഇഞ്ച് താവണമില്ല. ഈ ചേരിക്കുയിൽ ഉണ്ടായിട്ടും പള്ളി ഇങ്ങനെ നിലനിൽക്കുന്നത് 7 നില പൊക്കാൻ പറ്റി ആ സമയത്ത്. അതെല്ലാം അതിൻ്റെ അത്ഭുതം. പിന്നെ ഈ മരങ്ങൾ തേക്കാൻ ഫുള്ള് തേക്കാണ്.
ഇത്രയധികം പള്ളീൻ്റെ അകത്ത് കയറി കാണാൻ വലിയ വലിയ ഭീമെല്ലാം പള്ളീൻ്റെ തൂണ്ടാകുമ്പോൾ അതിന് ഭീമെല്ലാം എത്രയോ അവകളാ ഇത്രയും വലിയ ഭീമ് അന്ന് കൊണ്ടുവരുന്നത് മരത്തിൻ്റെ ഉരുപ്പടികളാണ്. മരം ഈ മരം കാറ്റിലുണ്ടായിരുന്നുവെങ്കിലും ഏത് കാറ്റിൽ നിന്നും എങ്ങനെ യാർഡിൽ എത്തിച്ചെന്നുള്ളതാണ്. അന്ന് കാളവണ്ടി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ശരിയാ ശരി. പിന്നെ നമ്മളുടെ നിലമ്പൂരിൽ നിന്നാണെങ്കിൽ നമുക്ക് കനാല് വഴിയെല്ലാം വരണം. 100 കൊല്ലം മുമ്പ് എന്നിട്ട് ചാലിയാറിൽ കടലിൽ കരഞ്ഞാലും കരയെന്ന് പെടുത്തണം, കുറച്ച് ബുദ്ധിമുട്ടുള്ള എത്തണം. അന്ന് കാളവണ്ടി മാത്രമേ ഉള്ളൂ. പിന്നെ അതുമല്ല നല്ല റോഡും ഇല്ല. സാധാരണ അത് നടപ്പാതയിൽ പോലെ റോഡായിരിക്കും. അപ്പോഴെല്ലാം ഇത് സാധനം അവിടെ ഇത്രയും ഭീമ എത്തിച്ചു. അപ്പം പിന്നെ അതുകൂടാതെ എത്ര വർഷങ്ങളോളം ആശാരിമാർ പണിയെടുത്തു. എത്ര വർഷം പണിയെടുത്തിട്ടുണ്ടാവും അതൊന്നും അന്ന് മിഷനറി സാധനം ഇല്ലാത്ത സമയത്താണ്. അങ്ങനെയുള്ള സമയത്താണ് ഈ കൈകൊണ്ടാണ് അതിൻ്റെ കൊത്തുപണികൾ മുഴുവൻ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം പഠിക്കാന്നുള്ള ഏറ്റവും വലിയ അത്ഭുതം. ചിലതങ്ങനെ ആലോചിച്ചാൽ നമുക്ക് അതിന്റെ അറ്റം കിട്ടില്ല. ചിത്രകാരന്മാരും അങ്ങനെ എഴുതുന്നില്ല. നമുക്ക് ഇതിന്റെ കെടുപ്പ് വരുന്നത് പിന്നെ ചിലവർ വന്നാൽ പറയും ഇത് ക്ഷേത്ര മാതൃകയിലുള്ള പള്ളിയാണ് നിർമ്മിച്ചത്. ഒറ്റ നിർത്തി കണ്ടാൽ ഇത് ക്ഷേത്ര മാതൃകയല്ല. കാരണം അന്നത്തെ ട്രഡീഷണൽ ആർക്കിടെക്ചർ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പൊ അന്ന് ഏത് ബിൽഡിംഗ് നിർമ്മിച്ചാലും തച്ചന്മാർക്ക് ഈ ഒറ്റ സ്കെച്ചുള്ളൂ. അപ്പോൾ അവര് ധ്യാനിക്കുന്നത്. പക്ഷെ ചരിത്ര ബുക്കിൽ കാണുന്നത് ഇൻഡോ സരസൻ ശൈലിക്കോ മുഗൾ ശൈലിക്കോ പിടി കൊടുക്കാതെ തനതായ കേരള വസ്തുകലാ ശില്പരൂപത്തിലാണ് പള്ളിയുടെ നിർമ്മാണം എന്നാണ് ഫസ്റ്റിൽ ബൈഡിൽ തന്നെ ചരിത്രങ്ങളിൽ കാണിച്ചത്. അപ്പോൾ അതാണ് അതിൻ്റെ രൂപം. അതെ അതെ. നമ്മളുടെ കൊണ്ടോട്ടി ഒരു മഖാമുണ്ട്. അവിടെ ശരിക്ക് ഈ യമനി ശില്പികൾ അവർ കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ടാണ് അതിന് ഇപ്പോഴും ഒരു മോസ്കിന്റെ ടച്ച് ഉള്ളത്. പക്ഷെ ഇവിടെ സാമൂതിരിയുടെ ആശാരിമാർ. അതെ അതെ ശരി ശരി. പിന്നെ ഇപ്പം പള്ളിക്ക് 5 നിലയുള്ളൂ. അപ്പോൾ 2 നില ചരിത്രം നമുക്ക് കിട്ടണം. നിങ്ങൾ ചോദിച്ചു 2 നില എവിടെ പോയി. ഞാനാദ്യം പറഞ്ഞു കോഴിക്കോട് മുസ്ലിമുകളുടെ കുത്തകായി കച്ചവടത്തിൽ. അപ്പം 1510 ജനുവരി 3 അത് റംസാന് പിന്നെ ഇയറിൽ 22-ാം തീയതി 22 റംസാൻ 22 നോമ്പ് 22-നാണ്. അൽബുക്കർ സാമൂതിരി ആദ്യം നമുക്ക് വാസ്കോഡിഗാമ വന്നു 1998. വാസ്കോഡിഗാമക്ക് ശേഷം വരുന്ന ആളാണ് അൽബുക്കർക്ക് എന്നുള്ള നയിച്ചുകൊണ്ടുവന്ന പോർച്ചുഗീസുകാർ. അവർ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ ചെറുകിട രാജാക്കന്മാരെ മുഴുവനും അധീനപ്പെടുത്തി അവരുടെ കസ്റ്റഡിയിലാക്കി. അതുപ്രകാരം അൽബുക്കർക്ക് കോഴിക്കോട്ട് വന്നിട്ട് സാമൂതിരിയുമായിട്ട് സംഭാഷണം നടത്തി. അപ്പം അൽബുക്കറിൻ്റെ ഉടമ്പടി എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ആദ്യമായിട്ട് കോഴിക്കോട് മുസ്ലിമുകളുടെ കച്ചവട കുത്തക അവസാനിപ്പിക്കുക. അതായത് അറബ്സ് ഇങ്ങോട്ട് വരുന്നത് തടയുക. വിദേശികളായ അറബികളെ വെറുതെ ചേർത്തുക. ആദ്യം മുസ്ലിം കച്ചവടക്കാരെ നിർത്താം. വിദേശികളായ അറബികളെ വെറുതെ ചേർത്തുക. എന്നിട്ട് പോർച്ചുഗീസുകാർക്ക് അവിടെ കച്ചവടം ചെയ്യുവാനും പിന്നെ കോട്ട കെട്ടുവാനും എല്ലാ സഹായങ്ങളും സാമൂഹികരാജാവ് നൽകുക. ഈ ഡിമാൻഡ് സാമൂഹികരാജാവ് അംഗീകരിച്ചില്ല. ഞാൻ ആദ്യം പറഞ്ഞു വിദേശികളായ അറബികൾ നവതാമസ്കാരത്തെ അറബികൾ കിട്ടുന്ന മുഴുവൻ വരുമാനവും പഠിച്ച് ചെലവഴിച്ചിരുന്നു. ഒന്ന് പിന്നെ അന്ന് കാലത്ത് സാമൂഹിക രാജാവും മുസ്ലിങ്ങളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട പ്രജകൾ എന്നുള്ള ഒരു സാമൂതിൻ്റെ ഉദ്ധരണിച്ചുകൊണ്ടുള്ള മാതൃക ഒരു പുസ്തകം തന്നെ ഉണ്ട്. അത്ര നല്ല ബന്ധമായിരുന്നു. ഈ ബന്ധങ്ങൾ മുറിയും. പിന്നെ പോർച്ചുഗീസുകാർക്ക് ഇവിടെ ആധിപത്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെയുള്ള വിഭവങ്ങൾ നമ്മുടെ ചുക്ക് കുരുമുളക് ഏലം പോലത്തെ അനാദികൾ കപ്പൽ കണക്കിൽ കയറ്റിയിട്ട് കൊണ്ടുപോകും. കുറേ കഴിയുമ്പോൾ സാമൂതിരി രാജാവിൻ്റെ നിലനിൽപ്പ് ഇല്ലാതാവും. ശരിയാണ്, അവ നഷ്ടപ്പെടും. അപ്പം അതുകൊണ്ട് സാമൂതിരി രാജാവ് അനിമേറ്റ് നിന്നില്ല. അത് നിൽക്കാത്തതിൻ്റെ ഫലമായിട്ട് 2 പ്രാവശ്യം കടലിലും കരയിലായിട്ട് യുദ്ധം ചെയ്തു. കരയിൽ നമുക്കറിയാം കുഞ്ഞാലിമരക്കാർ. കരയിൽ സാമൂതിരിയുടെ നായർപ്പട പടയാളികളാണ്. പക്ഷെ നായർ പടയാളികൾ ഉന്നത സ്ഥാനങ്ങളിലെല്ലാം മുസ്ലിമീങ്ങളായിരുന്നു പറയുന്നുണ്ട്. യുദ്ധം ചെയ്ത് കഴിഞ്ഞപ്പോഴും പിന്നെ 2 പ്രാവശ്യവും പോർച്ചുഗീസുകാർ പറഞ്ഞ് ഒറ്റയൊടിച്ചു. 3ാമത്തെ പ്രാവശ്യം അൽബുക്കറിന് ഒരു ബുദ്ധി തോന്നി. പടയാളികളിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കുക, ഹിന്ദു മുസ്ലിം സ്പർദ്ധ. കാരണം നമ്മൾ പറഞ്ഞു തലപ്പത്ത് മുസ്ലിമുകളാണ്, കടലിൽ കുഞ്ഞാരിയാണ്. ഒരു വിഭജനം ഉണ്ടാക്കുക. എന്നിട്ട് കോഴിക്കോട്ടെ സാമൂതിരി രാജാവിനെയും മുസ്ലിമുകളും തമ്മിൽ തെറ്റിക്കുക. ആ ഉദ്ദേശം വെച്ചും കൊണ്ട് 3ാമത്തെ പ്രാവശ്യം കല്ലാരി അരമുഖത്തിൽ കൂടി വന്നിട്ട് കോഴിക്കോട് പട്ടണം ആക്രമിച്ചു. ആ ബേരത്തിൽ കണ്ണി കണ്ട എല്ലാ മുസ്ലിം പള്ളികളും നശിപ്പിച്ചു. അങ്ങനെയാണ് ചരിത്രം പറയുന്നത്.
അതോടൊപ്പം കുറ്റിച്ചിറ വന്നിട്ട് ഈ പള്ളി വെച്ചു. അങ്ങനെ ആ തീവെപ്പിലാണ് പള്ളിൻ്റെ 2 നില കത്തിച്ചു. പക്ഷേ തീ വെച്ച വിവരം സാമൂതിരി രാജാവ് അറിഞ്ഞു. സാമൂതിരി രാജാവ് 500ഓളം വരുന്ന നായർ പടയാളികളെ പള്ളി സംരക്ഷിക്കാൻ വേണ്ടി അയച്ചു. ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ കരയിൽ സാമൂതിരിൻ്റെ പടയാളികളും അന്നത്തെ ഇവിടുത്തെ ആളുകളും കടലിൽ കുഞ്ഞാലിമാർക്കാരും യുദ്ധം ചെയ്തിട്ട് പോർച്ചുഗീസുകാരെ ഇവിടുന്ന് അക്കരയിലേക്ക് കടലിൻ്റെ അക്കരയിലേക്ക് ഓടിച്ചു. ഇന്ന് കുറ്റിച്ചിറ മുതൽ സൗത്ത് ബീച്ച് വരെ ഒരു യുദ്ധക്കളമായി മാറിയിരുന്ന ചരിത്രം. ഈ യുദ്ധത്തിൽ കുറേ 50ഓളം വരുന്ന നായർ പടയാളികൾ മരിച്ചു. അങ്ങനെയാണ് ഡൽഹിയിൽ അത്രയും ഹിസ്റ്ററി പറയാനുണ്ടല്ലോ അപ്പോൾ ഈ ഒരു പള്ളിക്ക്. അങ്ങനെയാണ് 5 നില ആയിട്ട് മാറിയത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ പിന്നെ കുറ്റിച്ചിറ ചിറനെ പറ്റി പറഞ്ഞല്ലോ. ചിറക്ക് 400 വർഷം പഴക്കം പാടില്ലുള്ളൂ. അപ്പം അതിൻ്റെ ഒന്നുകിൽ സാമൂതിരി രാജാവ് അല്ലെങ്കിൽ ടിപ്പു സുൽത്താൻ വലിയ ആരോ ഒരാളാണ്. സാമൂതിരി രാജാവ് ആദ്യം കുറച്ച് ചെറിയ ചിറാക്കി മാറ്റിയിട്ടുണ്ടാവും. ടിപ്പു വന്നിട്ട് ടിപ്പു സാമൂതിരി രാജാവിനെ ഉത്തരവ് കൊടുക്കുന്ന ചരിത്രത്തിൽ പറഞ്ഞത് പടവ് കെട്ടിയിട്ട് നല്ല വലിയ ചിറാക്കി മാറ്റി. അങ്ങനെയാണ് കഷ്ടിച്ച് 1.5 ഏക്കർ ആ ചിറക്ക് വിസ്തീർണം. ആണല്ലേ? അങ്ങനത്തെ ഒരു ഹിസ്റ്ററി ഇതിലാരും പറഞ്ഞു കേട്ടിട്ടില്ല. ഇവിടെ പിന്നെ ജിഫ്രി തങ്ങൾ എന്നിട്ട് ഒരു തങ്ങൾ ഉണ്ടായിരുന്നു. അയാൾ യമനിൽ നിന്ന് വന്ന. അപ്പോൾ അയാളൊരു ചരിത്രം ഉണ്ട് കേട്ടോ. അയാൾ യമനിൽ നിന്ന് വന്ന. അയാൾക്ക് പിന്നെ ധാരാളം കറാമത്തുണ്ടായിരുന്നു. വലിയ ഔലിയായിരുന്നു. വലിയ തങ്ങന്മാരുടെ വലിയ തങ്ങളായിരുന്നു. അപ്പം അറബികളായ കച്ചവടക്കാരൊപ്പരം വന്നതാണ് തങ്ങൾ, ജിഫ്രി തങ്ങൾ കോഴിക്കോട്ട്. ജിഫ്രി തങ്ങൾ കോഴിക്കോട്ട് കപ്പലിറങ്ങിയ എന്ന് വരുന്ന കണ്ടപ്പോൾ ഇതിനോടെ തന്നെ സാമൂതിരി രാജാവ് വിവരം അറിഞ്ഞു. സാമൂതിരി രാജാവ് അവിടെ പോയി സ്വീകരിച്ചു ജിഫ്രി തങ്ങളെ. സ്വീകരിച്ചിട്ട് സാമൂതിരി രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് അവിടെ അതിഥിയായിട്ട് ഇരുത്തി കഴിഞ്ഞിട്ട് സാമൂതിരി രാജാവ് പറയാണ് ടിപ്പുവിനോട്, ഇനി നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോയത്, നിങ്ങളെ കോഴിക്കോട്ടെ ആളുകൾക്ക് ആവശ്യമുണ്ട്. അങ്ങനെ ടിപ്പു ഇപ്പോഴുള്ള ജിഫ്രി ഹൗസ് കോയൻ്റെ തങ്ങസ് റോഡിൽ ആ ജിഫ്രി ഹൗസ്, അങ്ങനെ വീടുണ്ട് ജിഫ്രി ഹൗസ്. ആ വീടും ആനമാട് എന്നിട്ട് പിന്നെ നമ്മുടെ കൊതിപ്പാത്തിൻ്റെ അപ്പുറം ഒരു കുറേ സ്ഥലമുണ്ട്. അവിടെ അങ്ങനെ ഉള്ള കൂടെ 10-15 ഏക്കർ തെങ്ങിൻ തോപ്പും എല്ലാം കൂടിയും ഈ സ്റ്റേറ്റിൻ്റെ പേരിൽ എഴുതി കൊടുത്തു. അങ്ങനെ മൂപ്പര ഇവിടെ സ്ഥാനം പിടിച്ചിരിച്ചു. അങ്ങനെ ഷെയ്ഖ് ഇവിടെ ജിഫ്രി തങ്ങൾ ഇവിടെ ഫേമസ് ആയിട്ട് ഇവിടെ താമസിച്ചു. ആ സമയത്താണ് നമുക്ക് പിന്നെ 1758 ടിപ്പു വരുന്നത് കോഴിക്കോട്ട്. ടിപ്പു വന്നപ്പോൾ ടിപ്പുവിന് ഒരാഗ്രഹം തോന്നി തങ്ങളെന്ന് കാണണം, തങ്ങളെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ. അങ്ങനെ ടിപ്പു പിന്നെ ടിപ്പുവിൻ്റെ വരവെല്ലാം പറയുന്നുണ്ട്. സൈന്യത്തോടു കൂടി വന്നിട്ട് ടിപ്പു തങ്ങളെ കണ്ടപ്പം ടിപ്പു ചോദിച്ചു തങ്ങളോട് എന്താ വേണ്ടിയെന്ന്. അപ്പോൾ തങ്ങൾ പറഞ്ഞു, ഈ ചിറ ഈ വലിയ കുണ്ട് പടുവെട്ടിൽ ചിറാക്കിയിട്ട് നല്ല ചിറാക്കി മാറ്റി. അങ്ങനത്തെ ഹിസ്റ്ററി ഉണ്ടല്ലോ. അങ്ങനെ ടിപ്പു പിന്നെ നമ്പൂതിരിക്ക് സാമൂതിരി രാജാവിനെ കൊടുത്തിട്ട് അങ്ങനെയാണ് പടുവെട്ടി വലിയ ചരിത്രമാക്കി എന്നുള്ളതാണ്. അങ്ങനെ ചരിത്രമുണ്ട്. പിന്നെ ഈ കൊടുത്തിൽ തന്നെ ടിപ്പുവിൻ്റെ വരവും തങ്ങളായിട്ടുള്ള ആ കാണലുണ്ടല്ലോ, അതിലും ചെറിയൊരു കഥ ഉണ്ട്. പറഞ്ഞോളൂ. അതിലൊരു കഥ ഉണ്ട്. ടിപ്പു വരുന്നപ്പോൾ പിന്നെ ഷെയ്ഖിന് നമ്മൾ പറഞ്ഞില്ല കറാമത്ത്, അതിശയങ്ങൾ അറിയാനുള്ള കഴിവ് അയാൾക്കുണ്ടല്ലോ. അപ്പം അയാൾ ഷെയ്ഖ് മാണിക്കൽ ഹൗസിൽ ഷെയ്ഖ് വലിയ പടപ്പരൻ്റെ അവിടുത്ത് ഒരു കസാലയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്, തൊട്ടടുത്ത് ടിപ്പുവിന് ഇരിക്കാനുള്ള കസാല ഇട്ടിരിക്കണം. പിന്നെ ധാരാളം കസാല സിറ്റേറ്റിൽ ഇട്ടിക്കണേ. അപ്പോൾ ആദ്യമായിട്ട് പിന്നെ ഒരു സർവ്വസൈന്യാധിപനി, പക്ഷെ അയാളെ ടിപ്പുവിൻ്റെ മാതിരി സൈന്യാധിപനല്ല. അയാൾക്ക് തലപ്പാവും പാളും കൂടുതലായിട്ട് പിന്നെ കയറി വന്നപ്പോൾ ഇപ്പോൾ സാധാരണ VIP ആണല്ലോ ആദ്യം കയറില്. അപ്പോൾ അയാൾ വന്നിട്ട് സെലാഞ്ചലിൽ കൈ കൊടുത്തപ്പോൾ തങ്ങളിങ്ങനെ ഒരു നോട്ടം നോക്കിയിട്ട് പറഞ്ഞ് താൻ അപ്പുറം പോയി ഇരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് ദൂരം കൂടി എത്തി. പിന്നെ കുറേ പടയാളികൾ ഇങ്ങനെ കയറി. ആ കൂട്ടത്തിൽ ഒരു പടയാളിനെ തങ്ങൾ കൈ പിടിച്ചിട്ട് പറഞ്ഞു മുഖത്ത് കിട്ടുന്നുണ്ട് ഇവിടെ ഇരിക്കുമായിരുന്നു. അത് ജിപ്പോയത്. അപ്പം ഇയാൾ അമാനുഷിക ശക്തിയുള്ള ആളാണ്. അപ്പോൾ ഇതിൽ ചരിത്രങ്ങൾ 2 നിലക്ക് പറയും. ഒന്ന്, ഇയാളുടെ അമാനുഷിക കഴിവ്. ടിപ്പു സാധാരണ പടയാളികളെ വേഷത്തിലാണ് വന്നത്. ആഡംബരം അങ്ങനെ ഒഴിവാക്കിയിട്ട്
എന്നിട്ട് പിന്നെ അത് ചിലർ പറയും ടിപ്പു തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ആ പരീക്ഷണത്തിൽ തങ്ങൾ ജയിച്ചു. നമുക്ക് ഒരു കണക്കിൽ അങ്ങനെ കൂട്ടാം. അപ്പം ഇവിടെ എത്തി. പക്ഷേ സാധാരണ മറ്റുള്ള ആളുകൾ പറയും, ഇപ്പോൾ ചരിത്രകാരന്മാർ പറയും, ഒരു ടിപ്പു എന്ന് പറഞ്ഞാൽ സൂപ്പി വര്യനാണ്, അയാൾ തന്നെ വലിയ ആരിമ. അപ്പം ടിപ്പു എന്ന് പറഞ്ഞാൽ വലിയ ദൈവഭക്തന്, അതിനെക്കാട്ടും വലിയ തങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടി വരില്ല. അപ്പോൾ ടിപ്പുവിൻ്റെതായ എല്ലാ ആഡംബരങ്ങളും ഒഴിവാക്കിയിട്ട് ഒരു സാധാരണ പടൻ്റെ വേഷത്തിലാണ് വന്നിട്ട് തങ്ങൾക്ക് കീഴ്പ്പെട്ടുന്നില്ല. അങ്ങനെ ചിന്തിക്കാമല്ലോ, അങ്ങനെ അതായിരിക്കും ശരിയുള്ളതാണ്. ടിപ്പു ഉണ്ട്, അങ്ങനെ ചരിത്രം കൂടി ഉണ്ട്. അങ്ങനെയാണ് കുറ്റിച്ചിറക്കോളം വന്നതെന്നുള്ള ചരിത്രം പറയും. അല്ല, അപ്പം നമ്മൾ ഈ 1510 ഈ ഡെമോളിഷനെ പറ്റി പറഞ്ഞു, അതിനുശേഷമുള്ള നിർമ്മിതിയെ പറ്റി പറഞ്ഞു. ഓക്കെ, അപ്പം അതിനുശേഷം എന്തെങ്കിലും അഡീഷണൽ കൺസ്ട്രക്ഷൻ അതിലുണ്ട്. പിന്നെ ഒരു 1510 കഴിഞ്ഞിട്ട് ഒരു 30-20 കൊല്ലത്തിന് ശേഷം പിന്നെ ചാലിയത്ത് പോർച്ചുഗീസുകാർക്ക് കോട്ട ഉണ്ടായിരുന്നു, ചാലിയം കോട്ട ഉണ്ടായിരുന്നു. ആ കോട്ട സാമൂതി രാജാവിലെ പടയാളി തകർത്തിട്ട് അതിൻ്റെ ഉരുപ്പടികൾ കൊണ്ടായിട്ടാണ് രണ്ടാമത് പുനർനിർമ്മാണം നടത്തിയെന്ന് പറയുന്നത്. അങ്ങനെ ഈ 5 ലൈനിലുള്ള സ്കെച്ചിൽ അത് ആ വ്യത്യാസം നമുക്ക് പള്ളീൻ്റെ മുകളിൽ കയറിയാൽ കാണും. തൂണിൻ്റെ വ്യത്യാസം കാണും, ഇതേമാതിരി ചില ബീമിൻ്റെ വ്യത്യാസങ്ങൾ കാണും. അങ്ങനെ 2 സ്കെച്ചിൽ പള്ളിയിനകത്ത് കാണുമല്ലേ മാറ്റിയത്. അങ്ങനെയാണ് പുനർനിർമ്മാണം നടത്തുന്നത്. ഓക്കെ, അപ്പം പിന്നെ ഈ റീസെൻ്റ്ലി വേറെ അഡീഷൻസ് ഒന്നുമില്ല, പണ്ടത്തെ അതേപോലെ തന്നെ അവിടെ കുറച്ച് ഇങ്ങനെ ഉൾവെടുക്കാനുള്ള സ്ഥലം മറ്റും ഇങ്ങനെ പാർപ്പിലുണ്ട്. അല്ലാതെ പള്ളി അതുപോലെ പള്ളിക്ക് യാതൊരു പ്രശ്നവുമില്ല. നമ്മളുടെ മെയിൻ്റനൻസ് ഒക്കെ ഇവൻ്റ് പള്ളി കമ്മിറ്റി നടത്താറുണ്ട്. പിന്നെ പള്ളിക്ക് ഇപ്പോൾ ഇഷ്ടം പോലെ ചുറ്റും കടകളുണ്ട്. അപ്പോൾ അതിൻ്റെ വാടക മുമ്പൊന്നും ഉണ്ടാവില്ല, മുമ്പ് ഇങ്ങനെ കാലി പറമ്പായിരിക്കും. ശരിക്കും ഈ ഒരു സ്ഥലത്ത് ഇത് മാത്രം ഉയർന്നിരിക്കുമായിരിക്കുള്ളൂ അല്ലേ? അതേപോലെ കോഴിക്കോട് പട്ടണം മുഴുവൻ അന്ന് കാണാമായിരുന്നു. ഇതിൻ്റെ മുകളിൽ ഒരു ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഞാൻ ഇതിനെപ്പറ്റി പഠിച്ചപ്പോൾ. അതായത് അത് നമ്മൾ മാസം കാണുമ്പോൾ ഇടാനുള്ളതാണ്. അത് ഈ ടൗണിന് ചുറ്റും നിന്നാൽ കാണാൻ പറ്റുമായിരുന്നു. ഈ പള്ളി 7 നില പൊക്കുള്ളത് അക്കാലത്ത് ലൈറ്റ് ഉണ്ടാവില്ല. അന്നുണ്ടാവില്ലല്ലേ? ഓക്കെ, ശരി. അന്നുണ്ടാവും. ഇലക്ട്രിസിറ്റി ഇല്ലല്ലോ, റീസെന്റ് അഡീഷൻസ് ആവാതെ. ഇപ്പോഴും ഇങ്ങനെ ലൈറ്റ് ഉണ്ടായിട്ട് മുകളിൽ മാസം കണ്ടാൽ ആയിരിക്കും. കോഴിക്കോട് പട്ടണത്തിലൊന്നും കാണൂല, ഇതല്ലേ പഴയക്കാട് വലിയ കുട്ടികളും മതി. അന്ന് കോഴിക്കോട് പട്ടണം മുഴുവൻ കാണാമായിരുന്നു. മാത്രമല്ല പിന്നെ സാമൂതിൻ്റെ പടയാളികൾ ഇതിൻ്റെ 7ാം നിലയിൽ തമ്പടിച്ചിരുന്നുണ്ട്. ഒരു റാഡാർ പോലെ ഉപയോഗിച്ചിരുന്നതാണ്. പത്മക്കാരനപ്പെടും കടലിലേക്ക് പിന്നെ 1/2 കിലോമീറ്റർ ഉള്ളൂ, വളരെ അടുത്താണ്. അപ്പോൾ 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ ബൈനോക്കുലർ വെച്ചിട്ട് കാണാമായിരുന്നു, കപ്പൽ കാണാമായിരുന്നുണ്ട്. അങ്ങനെ ചരിത്രത്തിൽ പറയുന്നു. എന്തായാലും ഞങ്ങളിവിടെ ഇത്രയേറെ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി. താങ്ക് യു സോ മച്ച്. ഈ ഒരു മോസ്കിൻ്റെ പിൻഭാഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതാണ് ശരിക്കും കുറച്ചും കൂടെ ഒരു തനതായിട്ടുള്ളൊരു ഭംഗി തരുന്നത്. കാരണം ഇതിൻ്റെ പേയ്മെൻറ്റ്സ് ഇവിടെ ചെയ്യാത്തത് കൊണ്ടായിരിക്കണം അത്. എന്തായാലും എനിക്ക് അറിയാവുന്ന കുറേ വിവരങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അസ്.